കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ വെറുതെ വീട്ടിലിരുന്നപ്പം ഒന്ന് കറങ്ങാൻ പോയിട്ടോ. ചുമ്മാ എറണാകുളം വരെ ഒന്ന് പോയേ. അപ്പം എറണാകുളം യാത്രയുടെ വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പം കൂട്ടുകാരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് പോവാട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 10 മണി കഴിഞ്ഞപ്പോഴാട്ടോ പോകുന്നത്. നമ്മൾ വീട്ടിലെ പണികളൊക്കെ ഒതുക്കിയിട്ടാണ് പോകുന്നത്. ഇപ്പം നമ്മുടെ യാത്ര ഫുള്ളും ബസ്സിലാണ് കേട്ടോ. കാരണം നമ്മുടെ വണ്ടി കൊണ്ട് കറങ്ങാൻ പറ്റില്ല, പണിക്കുറ്റം തീരാറായിരിക്കും. അപ്പോൾ നമ്മളിപ്പം ബസ്സുകളിലാണ് ഇപ്പം നമ്മുടെ യാത്ര പോകുന്നത്. അത് നമ്മൾ തൃശ്ശൂർ വന്നിട്ട് KSRTC ബസ്സിനാണ് കേട്ടോ എറണാകുളം പോവാണ്. അപ്പം പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ പോവാവേ. നമ്മൾ പിന്നെ യാത്ര പോയാൽ സൈഡ് സീറ്റ് നിർബന്ധം, അതുകൊണ്ട് സൈഡ് സീറ്റൊക്കെ പിടിച്ച് പോവാണ് കേട്ടോ. ഈ KSRTCയിലുള്ള യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രൈവറ്റ് ബസ്സിലാകുമ്പോൾ നമുക്ക് പാട്ടൊക്കെ കേട്ട് പോവാം. ചില KSRTCയിലൊക്കെ പാട്ടുണ്ട് കേട്ടോ. ഇതിൽ പാട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറേ കാറ്റൊക്കെ അടിച്ച് കഴിയുമ്പോൾ ഉറക്കം വരും. എന്തായാലും എറണാകുളം വരെ പോകണ്ടേ. ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് മയങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ യാത്ര എറണാകുളത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അതാ ഖാദി ഗ്രാമസൗഭാഗ്യയുടെ ഓഫീസാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ ഗാന്ധിജിയുടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ എറണാകുളത്തെത്തി. നമ്മൾ ബസ് ഇറങ്ങിയിട്ടോ എറണാകുളം സ്റ്റാൻഡിൽ. ബസ്സിന്ന് കുടൽ കഴിഞ്ഞ വരെ ഫുഡൊക്കെ തട്ടിയിട്ടോ. പിന്നെ നമ്മളൊരു ഓട്ടോ വിളിച്ചാണ് അങ്ങോട്ട് പോയത്. എങ്ങോട്ടാ നമ്മൾ മറൈൻ ഡ്രൈവ് ഭാഗത്തേക്കാണ് കേട്ടോ പോയത്. അവിടെ പോയി നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഓട്ടോയിൽ എന്തായാലും മീറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. കായലോളങ്ങളൊക്കെ തഴുകിത്തലോടി നടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ബോട്ടുകളൊക്കെ സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ. നമ്മുടെ വാട്ടർ മെട്രോയൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്കിനി ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ വന്നപ്പം നമ്മൾ ഇവിടെ തിരക്ക് കുറവാണ് കേട്ടോ. നല്ല കാറ്റും ഉണ്ട്. ഇതുപോലുള്ള ഇടത്തരം ബോട്ടുകൾ തൊട്ട് ഇതുപോലുള്ള വലിയ ഹൈ ലെവൽ ബോട്ടുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളെ ഇതിൽ നമുക്ക് എത്രയോ ആൾക്ക് ഇത്ര രൂപ എന്ന് വെച്ച് കൊടുത്താൽ നമുക്ക് ഇതിലിങ്ങനെ പോവാം. പിന്നെ അവർ പാട്ടൊക്കെ പാടാം. 1 മണിക്കൂറോ എത്ര മണിക്കൂർ നമ്മളിങ്ങനെ വെള്ളത്തിക്കടെ ചുറ്റി അടിച്ചിട്ട് തിരിച്ചു കൊണ്ടാക്കും കേട്ടോ. ഇതൊക്കെ നല്ല ആഡംബര ക്രൂയിസുകളാണ് കേട്ടോ. നല്ല ടിക്കറ്റ് ചാർജ് ആവുമായിരിക്കും. അങ്ങനെ നമ്മൾ നടന്ന് വാട്ടർ മെട്രോയുടെ എൻട്രൻസിലെത്തിട്ടോ. വാട്ടർ മെട്രോയ്ക്ക് സർവീസ് നടത്തുന്നുണ്ട്. നമ്മൾ ഇത് കണ്ടോ, ഒരു കപ്പലിൻ്റെയൊക്കെ ഫ്രണ്ട് പോലെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷേ ചപ്പും ചവറൊക്കെ ആയിട്ട് ആകപ്പാടെ ഒരു അലങ്കോലമായ അവസ്ഥയിലായിരുന്നു കേട്ടോ ആ ബിൽഡിങ് കിടന്നത്. ഇഷ്ടംപോലെ സഞ്ചാരികളെയും ടൂറിസ്റ്റുകളൊക്കെ ആയിട്ട് ബോട്ടുകളൊക്കെ പോകുന്നുണ്ടായിരുന്നേ. നമ്മൾ പിന്നെ ബോട്ടിലൊന്നും കയറിയില്ല. പൊന്നു ഉണ്ടെങ്കിൽ കയറായിരുന്നു. പക്ഷേ പൊന്നു ടൂറൊക്കെ പോരുമ്പം വാട്ടർ മെട്രോയിലൊക്കെ അങ്ങനെ കയറിയിട്ടുണ്ട്. നമ്മൾ പൊന്നും ഇല്ലാത്തതുകൊണ്ട് കയറിയില്ല. പൊന്നും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ടിൽ കയറി ചുമ്മാ ഒന്ന് ചുറ്റിയടിക്കായിരുന്നു കേട്ടോ.
ഇവിടെ ഇങ്ങനെ ഓരോ മാർബിൾ പീസുകളിലായിട്ട് നമ്മുടെ അബ്ദുൽ കലാം സാറിൻ്റെ ഓരോ കോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാനൊക്കെ. അങ്ങനെ നമ്മൾ കറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോരുവാണ് കേട്ടോ. സന്ധ്യ കേട്ടോ 7 മണിക്ക് കഴിഞ്ഞു. തിരിച്ച് നമ്മളൊരു പ്രൈവറ്റ് ബസ്സിനാണ് പോരുന്നത്. അപ്പം ക്രിസ്മസ് കാലമൊക്കെ ആയിരുന്നതിനാലൊക്കെ എല്ലായിടത്തും നല്ല ലൈറ്റ് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു. പക്ഷേ ഈ ബസ് നല്ല സ്പീഡിലാണ് കേട്ടോ പോകുന്നത്. ബസ്സിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഈ തിരക്കിൻ്റെ ഇടയിലൊക്കെ പ്രൈവറ്റ് ബസ് പോകുന്നത് നല്ല സ്പീഡിലായിരുന്നേ. അങ്ങനെ നമ്മൾ തിരിച്ച് തൃശ്ശൂരെത്തി. നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി കേട്ടോ. പൊറോട്ടയും ഗോബി മഞ്ചൂരിയനുമാണ് പറഞ്ഞത്. കാണാനൊക്കെ നല്ല ഗുമ്മുണ്ടായിരുന്നു കേട്ടോ. എന്തോ കോളിഫ്ലവർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടെ. പൊറോട്ടയാണെങ്കിൽ നല്ല സോഫ്റ്റ് പൊറോട്ടയായിരുന്നു കേട്ടോ. കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല സോഫ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ.